ഏറെ നാളുകളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം സ്വന്തം ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ ഒരവസരം കിട്ടി. അവസാനം പുള്ളിക്ക് ആ ഒരു അവസരം, അതും കരിയറിൻ്റെ ഒരു പ്രധാന ഘട്ടം എന്ന രീതിയിൽ കിട്ടിയ ഒരവസരം പോലും പുള്ളിക്ക് മുതലാക്കാനാകാതെ സ്വന്തം കാണികൾക്ക് മുന്നിൽ തലകുനിച്ച് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതെ, തിരുവനന്തപുരത്ത് കാര്യവട്ട സ്റ്റേഡിയത്തിൽ കളിക്കാൻ അവസരം കിട്ടിയ നമ്മുടെ സഞ്ജു, പുള്ളിക്ക് ആ ഒരു സമയത്ത് പുള്ളി കരിയറിൻ്റെ ഒരു മോശം ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ, പുള്ളിക്ക് ഫോമിലേക്ക് തിരിച്ചു വരാൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അത് പുള്ളിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടിൽ, ഒരു പിച്ചിൽ പുള്ളിക്ക് കിട്ടിയ ഒരു ചാൻസ്. പക്ഷേ എന്തുകൊണ്ടോ, പുള്ളിയുടെ കഷ്ടകാലം കൊണ്ടോ എന്തുകൊണ്ടോ പുള്ളിക്ക് ആ ഒരു ചാൻസ് മുതലാക്കാൻ പറ്റിയില്ല. അവിടെ കൂടിയുന്ന കാണികളെയെല്ലാം നിരാശരാക്കി പുള്ളി തിരിച്ചു നടന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പുള്ളിയുടെ കരിയറിലെ ഒരു അവസാന മത്സരമായി തീരും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നാണ് പുള്ളിക്ക് വേണ്ടി കാത്തുവെച്ചത്. അതായത് ടീം ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് 11 ഒരു പൊസിഷൻ പോലും ഗ്യാരണ്ടി അല്ലാത്തൊരു സമയത്ത് അവരുടെ നമ്പർ 1 ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്ക് സുഖമില്ലാതിരുന്നൊരു ഗ്യാപ്പിൽ പുള്ളിക്കൊരു ചാൻസ് കിട്ടുന്നു. തരക്കേടില്ലാത്തൊരു തുടക്കം ഇന്ത്യക്ക് നൽകുന്നു. വീണ്ടും ബെഞ്ചിലേക്ക് തിരിച്ചു വന്ന അഭിഷേക് ശർമ്മയ്ക്കോ ഫോമിലേക്ക് വരാൻ സാധിക്കുന്നില്ല. വീണ്ടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹെവി അറ്റാക്കിനെ പറ്റി, ബാറ്റിംഗ് അറ്റാക്കിനെ പറ്റി ഒത്തിരി ഡിബേറ്റുകൾ നടക്കുന്നു. അവസാനം ഒരു തോൽവി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ആ ഒരു തോൽവി ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻറ്റിനെ മൊത്തം തിരുത്തി ചിന്തിക്കാനായി ഒരവസരം കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും സഞ്ജുവിന് ഒരു ചാൻസ് കിട്ടുന്നു. കിട്ടിയ ചാൻസിൽ വീണ്ടും പുള്ളി ഒരു മോശമല്ലാത്തൊരു തുടക്കം കൊടുക്കുന്നു. വീണ്ടും അതേ കോമ്പിനേഷനുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പിന്നെ ബാക്കി വന്നത് ചരിത്രം. വെർച്വൽ ഒരു നോക്കൗട്ട് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന് പറയാവുന്ന ഒരു മത്സരത്തിൽ പുള്ളിയുടെ ഒരു 100% അല്ലെങ്കിൽ 100% മുകളിൽ കൊടുത്ത് ഇന്ത്യൻ ടീമിനെ ലാസ്റ്റ് വരെ നിന്ന് വിജയിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വരെയുള്ള പുള്ളിയുടെ കരിയറിൽ ഇതുവരെ ഒരു ലീഗിനായിട്ടുള്ള കളിച്ച മത്സരമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ IPL കളിച്ച മത്സരമാണെങ്കിലോ ഇന്ത്യൻ ടീമിൽ കളിച്ച മത്സരമാണെങ്കിലോ, പുള്ളി അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ നിന്ന് പുള്ളി കളി ഫിനിഷ് ചെയ്യുന്ന ഒരു ഇന്നിങ്സ് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അന്ന് തിരുവനന്തപുരത്ത് നടന്ന കളി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഫീൽ ചെയ്തത്. എന്താ പറയുന്നത്, ഡിസപ്പോയിൻമെൻറ്റ് പ്ലസ് ഒരു ഡിപ്രഷൻ പോലൊരു തിങ്കിങ്. കാരണം നമ്മൾ അത്രയും പുള്ളിയെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു അടുത്ത വീട്ടിലൊരു പയ്യുന്നൊരു ലേബലിലാണ് പുള്ളിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പരിചയമുള്ള ഒരു തകർച്ച വരുമ്പോൾ നമ്മളെ അത് മെൻ്റലി അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മലയാളികൾ എല്ലാവർക്കും പുള്ളി കളിക്കുന്ന കാണുമ്പോഴത്തേനും ഒരു ടെൻഷൻ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പുള്ളി എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ ഒരു അവസ്ഥയിൽ നിന്ന് കൃത്യം എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, പുള്ളി 2 കളി ബാക്ക് ടു ബാക്ക് അറൗണ്ട് 90s, അതും രണ്ടും ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പുള്ളി മാറിയിരിക്കുന്നു. അപ്പം പുള്ളിയെ വിമർശിച്ച എല്ലാവരും ഇപ്പം പുള്ളിയെ പുകഴ്ത്തി പറയുന്നു. പക്ഷേ പുള്ളിയെ വിശ്വസിച്ച് കൂടെ നിന്ന് ഒത്തിരി ആൾക്കാർ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമാണ് പുള്ളിക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നത്. അപ്പം ന്യൂസിലൻഡ് പരമ്പരയിൽ നമുക്ക് കാണാൻ പറ്റിയ പോലെ പുള്ളി ഫോം ഔട്ട് ആയിരുന്നു. അപ്പം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പുള്ളിക്ക് വേൾഡ് കപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് 11 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കിട്ടിയ ചാൻസസ് പുള്ളി 2 കൈ നീട്ടി സ്വീകരിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്ലാസ്, അതാണ് പുള്ളിയെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ഏതൊരു തകർച്ചയിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പുള്ളിക്ക് ഇത്രയും നാൾ കിട്ടിയ ഒരു തിരിച്ചടിയിൽ തകർന്നു പോകേണ്ട ഒരാളാണ്. പക്ഷേ എന്നിട്ടും പുള്ളിയുടെ സമയത്തിനായി കാത്തിരുന്ന് കിട്ടിയ സമയം നന്നായിട്ട് തന്നെ വിനിയോഗിച്ചിരിക്കുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ഒരു ലെസണാണ് ശരിക്കും പുള്ളി എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ഓവർകം ചെയ്ത് പുള്ളിക്ക് നല്ലൊരു സമയം വരുന്നു. ഒരു ചെറിയ ആഗ്രഹം കൂടി, ഒരു നല്ലൊരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് പുള്ളി ഫൈനലും കൂടെ കളിച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആകണം എന്നൊരു ചെറിയ ആഗ്രഹം. പക്ഷേ ഈ ഒരു ഫോമിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും. നമുക്ക് എന്തായാലും അഹമ്മദാബാദിലെ ആ ഒരു ഇന്നിങ്സിനായിട്ട് കാത്തിരിക്കാം. പുള്ളിയുടെ കരിയറിൽ തന്നെ ഒരു ഒരു മോശം സീസൺ കൊടുത്ത ന്യൂസിലൻഡ് എതിരെ തന്നെ പുള്ളി ഒരു സെഞ്ചുറി അടിക്കണം, അല്ലെങ്കിൽ ചേസ് ചെയ്യുമ്പം നല്ലൊരു രീതിയിൽ തന്നെ ഒരു ഇന്നിങ്സ് കളിച്ച് പുള്ളി ഇന്ത്യക്കായിട്ട് കപ്പ് നേടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ആ ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഉള്ളത്. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. താങ്ക് യു.